റിവിഷൻ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ നമ്മുടെ 4th ചാപ്റ്റർ SS2 കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ആ ചാപ്റ്ററിലെ 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ചില കുട്ടികളെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുട്ടിയോട് സംസാരിച്ചു. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ, എങ്ങനെ പോകുന്നു, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ പോകുന്നു, റിവിഷൻസൊക്കെ ഉണ്ടോ? അപ്പോൾ കുട്ടി ഒരാശങ്ക ടീച്ചറിനോട് പറഞ്ഞു. ഞാൻ ഈ 6 ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ടീച്ചറെ സോഷ്യൽ സയൻസ് എനിക്ക് ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാമോ എന്നെനിക്ക് ഡൗട്ടുണ്ട്, ഞാൻ മറന്നു പോകുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. കാരണം ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇത്രയും ഇത് കൂടുതൽ ഓരോ ചാപ്റ്ററും വളരെ ലെങ്തിയാണ്, കുറേ പഠിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ടൊന്ന് കാര്യം പറയാം. നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓരോ കണ്ടൻറ്റും ഓരോ ക്വസ്റ്റ്യൻ ആൻസറും അതവിടെ സേഫാണ്. ഒന്നും പേടിക്കണ്ട, അതവിടെ ഇരുന്നോളും. നമ്മൾ ഒരു സ്മാർട്ട് ഫോണിൽ കുറേ പിക്ചേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആ പിക്ചർ എടുക്കുന്നു, അല്ലേ? നമുക്കൊരു പിക്ചർ വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നു, എടുക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ആൻസേഴ്സും എല്ലാ കാര്യങ്ങളും അവിടെ സേവായിട്ടിരുന്നോളും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ബ്രെയിൻ അവിടെ അനാലിസിസ് നടത്തി അതിൽ നിന്നും നമുക്ക് വേണ്ടതെടുത്ത് നമ്മുടെ കയ്യിൽ തരും. ഓക്കെ, നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. പക്ഷേ സേവ് ചെയ്യണം. നമ്മൾ സേവ് ചെയ്യാത്ത ഒരു പിക്ചറ് നമ്മുടെ സ്മാർട്ട് ഫോണിനകത്ത് വർഷങ്ങളോളം ഇവിടുന്ന് തപ്പിയാലും കിട്ടുമോ? ഇല്ല, വെറുതെ സമയം കളയാവുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിരിക്കും. നമ്മുടെ ബ്രെയിൻ എന്ത് പറയും? നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പം സോറി മോളെ, സോറി മോനെ, അത് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവിടെ വെക്കണം കേട്ടോ. നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതി, ബാക്കിയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, അത് അവിടെ സേഫായിട്ടിരുന്നോളും. അപ്പോൾ ഇന്നത്തെ 3 ക്വസ്റ്റ്യൻസ് പറയുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ കൺസ്യൂമർ ഗുഡ്സ്, വാട്ട് ആർ ക്യാപിറ്റൽ ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. വാട്ട് ആർ ദ ഡിഫറൻസസ്, വാട്ട് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി, വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി. അത് രണ്ടും കൂടെ എഴുതുമ്പം അതിൻ്റെ ഡിഫറൻസ് ആയി, അല്ലേ? ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? ഒരേ സാധനം വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയുടെ ടോട്ടൽ, അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുന്നതാണ്. അത് ഡിമിനിഷ് ചെയ്ത് വരുമെന്ന് നമുക്കറിയാം. യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്ത് വരും, പക്ഷേ അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടും. ഇനി എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? ഒരേ സാധനം തന്നെ ഒരാൾ വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ അയാളുടെ ആദ്യത്തെ യൂട്ടിലിറ്റിയും രണ്ടാമത്തെ യൂട്ടിലിറ്റിയും ഡിമിനിഷ് ചെയ്യുമല്ലോ, അതെത്രയാണെന്ന് പറയുന്നതാണ്. ആ ഡിഫറൻസ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, പിന്നെ നമ്മുടെ കാർഡിനൽ യൂട്ടിലിറ്റി തിയറിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ അസംഷൻസ് ഒന്നും ശരിയല്ല. ഒരാളുടെ ഇൻകം മാറും, അയാളുടെ ഒരു സാധനത്തിന് തന്നെ ക്വാളിറ്റി മാറി ഉപയോഗിക്കുമ്പോൾ യൂട്ടിലിറ്റി കുറയണമെന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മളത് പഠിച്ചതാണ്. എല്ലാവരും അത് വീണ്ടും പഠിക്കുക. കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും എന്താണെന്നും അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.